നമ്മൾ അരി കഴുകിയിട്ടാണ് കേട്ടോ വറക്കണേ. അപ്പോൾ എന്നിട്ട് കടിച്ചാൽ നല്ല പൊട്ടണ ശബ്ദം കേൾക്കണം. അതാണ് അതിൻ്റെ പാകം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുളകുണ്ട്, പിന്നെ കടലപ്പരിപ്പുണ്ട്, പിന്നെ ഉഴുന്നുപരിപ്പുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, കുറേ കുരുമുളക് കൊടുക്കണം. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി. അരി വറുത്തു, ഇതാ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ശബ്ദം കേൾക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതേ പൊട്ടുകടല തിരിയെടുത്തിട്ടുണ്ട്, കുരുമുളക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതേമാതിരി പൊട്ടണം. ഞാനിപ്പോൾ പൊട്ടിച്ചില്ല, അതേമാതിരി പൊട്ടണം. കപ്പലണ്ടി പിന്നെ ഞാൻ വറുത്ത് വെച്ചതാണ് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടോ, നന്നായിട്ട് മൂക്കണം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കടിച്ചു നോക്കിയാൽ മതി. ഒക്കെ നിങ്ങൾക്കറിയാൻ പറ്റും. ഇതിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കായാണ് നമുക്ക് ഇടാൻ കേട്ടോ. കായ ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതിന് 2 കഷ്ണം ഇട്ട് കൊടുക്കാം നമുക്ക്. കായാണ് മെയിൻ. അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുമ്പോഴാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അരി ഇതാ ഇവിടെ പൊടിച്ചിട്ടു കേട്ടോ. ഇനി നമ്മളിതാ ഇങ്ങനെ പൊടിച്ചെടുക്കുക. ഒന്നും കൂടി പൊടിക്കാനുണ്ട്, പൊടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചേർത്ത് നന്നായി ഇളക്കുക. അല്ലെങ്കിൽ പൊടിക്കുമ്പോൾ തന്നെ ഉപ്പിടാൻ വേണമെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ടൊക്കെ നമുക്ക് പാകത്തിന് നോക്കാം കേട്ടോ. അപ്പോൾ ചമ്മന്തിപ്പൊടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പില്ല, നമുക്കൊരു ഉപ്പൊക്കെ ചേർത്തിട്ട് ഇളക്കട്ടെ കേട്ടോ. അപ്പോൾ ചമ്മന്തിപ്പൊടിയൊക്കെ ഞാൻ കുപ്പിയിലാക്കി കേട്ടോ. അതാ കുറച്ച് ടേസ്റ്റ് നോക്കി. ഇത് 2 അനിയത്തിമാർക്ക് കൊടുക്കാനാണ്, അവർക്ക് 2 പേർക്കും കൊടുക്കാനാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഞാനിത്തിരി ഉപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. കുറച്ച് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത്തിരി കരിവേപ്പായിട്ട് പൊടിക്കുക. നല്ല നൈസായിട്ട് പൊടിയുവാണെങ്കിൽ നൈസായിട്ട് പൊടിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഇങ്ങനെ വേണമെങ്കിൽ പൊടിക്കാം കേട്ടോ. എനിക്കിത് ഇഡ്ഡലിക്കാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. മറ്റേ ഇഡ്ഡലി, ദോശ.